KSRTCക്ക് വലിയ തിരിച്ചടി. 140 ദേശസാത്കൃത പാതകൾ സ്വകാര്യ ബസ്സുകൾക്ക് അനുവദിച്ച് മോട്ടോർ വാഹന വകുപ്പ്. KSRTCക്കായി സർക്കാർ ദേശസാത്കരിച്ച പാതകളിൽ 140 ദീർഘദൂര സ്വകാര്യ ബസ്സുകൾക്ക് മോട്ടോർ വാഹന വകുപ്പ് പെർമിറ്റ് നൽകി. ഉമ്മൻചാണ്ടി സർക്കാർ KSRTCയുടെ നിലനിൽപ്പിന് വേണ്ടി സംരക്ഷിച്ച ദീർഘദൂര പാതകളാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് സ്വകാര്യ ബസ്സുകൾക്ക് തുറന്നുകൊടുത്തത്. KSRTC ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റുകൾക്കൊപ്പം സ്വകാര്യ ബസ്സുകളും മത്സരിച്ചോടുന്ന വിധത്തിലാണ് പുതിയ പെർമിറ്റുകൾ. എന്നാൽ KSRTCയുടെ നിലനിൽപ്പ് അപകടത്തിൽപ്പെടുത്തുന്നതാണ് ഈ തീരുമാനം. ഓർഡിനറി ബസ്സുകൾക്ക് 140 കിലോമീറ്റർ അധികരിക്കരുതെന്ന വ്യവസ്ഥയും ലംഘിച്ചിട്ടുണ്ട്. കേരളം തിരഞ്ഞെടുപ്പിലേക്ക് കടന്ന കഴിഞ്ഞ ആഴ്ചയാണ് RTOമാർ സ്വകാര്യ ബസ്സുകൾക്ക് അനുകൂല തീരുമാനമെടുത്തത്. ഇടുക്കി RTO മാത്രം 35 പെർമിറ്റുകൾ നൽകി. ഇതേസമയം മലപ്പുറം RTO അപേക്ഷ നിരസിച്ചിരുന്നു. ഇതിനെതിരെ സ്വകാര്യ ബസ്സുടമ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി കിട്ടിയില്ല. എന്നിട്ടും മറ്റ് RTOമാർ സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകി. KSRTC അപേക്ഷിച്ചില്ലെങ്കിൽ സ്വകാര്യ ബസ്സുകളുടെ അപേക്ഷ പരിഗണിക്കാമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥ നടപടി. സ്വകാര്യ ബസ്സുകാരിൽ നിന്ന് ഏറ്റെടുത്ത 241 പാതകളിലും KSRTC ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള ദീർഘദൂര ബസ്സുകൾ ഓടുന്നുണ്ട്. നിർദ്ദിഷ്ട പാതയിൽ അതേസമയം ബസ് ഓടിക്കുന്നുണ്ടെന്ന കാര്യം KSRTC മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കുകയും സ്വകാര്യ ബസ്സിന് പെർമിറ്റ് നൽകുന്നതിനെ എതിർക്കുകയും ചെയ്തു. എന്നാൽ ഓർഡിനറി പെർമിറ്റ് അപേക്ഷിച്ചില്ലെന്ന് കാണിച്ചാണ് സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകിയത്. കുത്തക പാതകളിൽ KSRTCയുടെ സമ്മതമില്ലാതെ പെർമിറ്റ് നൽകരുതെന്ന വ്യവസ്ഥയും ലംഘിച്ചു.